ശബരിമലയിലെ മുന്നൊരുക്കങ്ങൾ പൂർത്തിയാക്കുന്നത് വൈകിയെന്ന് ദേവസ്വം പ്രസിഡന്റ് കെ ജയകുമാർ മീഡിയ വണ്ണോട്. എടുത്ത തീരുമാനങ്ങൾ നടപ്പിലാക്കുന്നതിൽ വീഴ്ചയുണ്ടായി. NDRF അടക്കമുള്ള സേനകൾ എത്തുന്നത് വൈകിയതും പ്രശ്നത്തിന് കാരണമായെന്നും കെ ജയകുമാർ പറഞ്ഞു. ജയകുമാർ മാധ്യമങ്ങളെ കാണുകയാണ്. തത്സമയം നടപ്പിലായില്ല. ബോർഡ് ഒരു നടപടി എടുത്തില്ല എന്നൊന്നും ഞാൻ പറയുകയല്ല. പ്രശാന്തിന്റെ ബോർഡ് എല്ലാ വർഷങ്ങളിലും എടുക്കേണ്ട തീരുമാനങ്ങളെല്ലാം എടുത്തിട്ടുണ്ട്. എല്ലാ മുന്നൊരുക്കങ്ങളും നിരവധി ചർച്ചകളിലൂടെ തീരുമാനങ്ങൾ എടുത്തു. എന്നാൽ ഈ ബോർഡ് മാറ്റം എന്നാണ് 13-ാം തീയതി പഴയ ബോർഡ് പോകുന്നു, 15-ാം തീയതി പുതിയ ബോർഡ് വരുന്നു. ഈ സമയത്ത് ക്രൂഷ്യൽ ടൈമാണ്. അത് പല കാര്യങ്ങളും തീരുമാനങ്ങളിലേക്ക് വന്നെങ്കിൽ അത് പ്രവൃത്തി പഥത്തിൽ വന്നില്ല, നടപ്പിലായില്ല. അതിന് പല വീഴ്ചകളുണ്ട്. ആരുടെയും മനഃപൂർവ്വമായിരിക്കില്ല. ഈ പറഞ്ഞതുപോലെ 600 പേരെ ചോദിച്ചു, എംപ്ലോയീസ് വന്നില്ല. എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ തന്നെ ജീവനക്കാർ വന്നിട്ട് ജോയിൻ ചെയ്തിട്ടില്ല. ഇങ്ങനെ പലയിടത്തും നമ്മൾ പ്രതീക്ഷിക്കാത്ത എന്താണ് ജെർക്കിൻ പുട്സ് എന്നൊക്കെ നമ്മൾ മാനേജ്മെൻറ്റ് ഭാഷയിൽ പറയുന്നത് വിചാരിച്ചിരിക്കാത്ത കാര്യങ്ങളുണ്ട്. അതിൻ്റേതായിട്ടുള്ള ഒരു പോരായ്മ ഇന്നലെ കണ്ടു എന്നുള്ളതല്ലാതെ ശബരിമല നിയന്ത്രണത്തിന് വിധേയമാകാത്ത രീതിയിൽ ആണ് എന്നൊരു ധാരണയുടെ യാതൊരു ആവശ്യവുമില്ല. തിങ്സ് ആർ അണ്ടർ കൺട്രോൾ. ഇറ്റ് വിൽ ബി ബെറ്റർ ഇൻ ദ കമ്മിങ് ഡേയ്സ്. വരുന്ന ദിവസങ്ങളിൽ അവിടുത്തെ കാര്യങ്ങൾ കുറച്ചുകൂടി ഭംഗിയായി നടക്കുമെന്നും വരുന്ന ഓരോ ഭക്തനും സുഗമ ദർശനം നടത്തി തിരിച്ചു പോകാൻ സാഹചര്യം ഉണ്ടാവുകയും ചെയ്യും. 90,000 ആളുകളിൽ കൂടുതൽ കയറാൻ പാടില്ല. കയറുന്നതിന് ഒരുമിച്ച് കയറാൻ പാടില്ല. ദർശനം നടത്തിയവർ എത്രയും പെട്ടെന്ന് ഇറങ്ങണമെന്ന് നിരന്തരമായി അനൗൺസ് ചെയ്തുകൊണ്ടിരിക്കണം. ഇപ്പോൾ അരവണ കൗണ്ടറിലൊന്നും ക്യൂ ഇല്ല. അതിൻ്റെ അർത്ഥം വന്നവരേക്കാൾ കൂടുതൽ അവിടെ ദർശനം നടത്തിയവരവിടെ ഇരിക്കുകയാണ് ഇതൊക്കെ വാങ്ങിച്ചിട്ട്. അത് അവിടുത്തെ ഒരു വലിയൊരു ആൾക്കൂട്ടമായിട്ട് നമുക്ക് തോന്നും. അതിനൊക്കെ ചില ക്രമീകരണങ്ങൾ വരേണ്ടതുണ്ട്. അത് വരും. ഈ വരും ദിവസങ്ങളിൽ ബാരിക്കേഡ് ചാടുന്ന തീർത്ഥാടകർ ആദ്യമായിട്ടല്ല ഈ സംഭവം. എത്രയോ വർഷമായിട്ട് ഞാനത് കാണുന്നുണ്ട്. ചില സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന ചില ആളുകളും ബാരിക്കേഡ് ജമ്പ് ചെയ്യും. അവരെ ചിലപ്പോൾ പോലീസുകാർ തിരിച്ചു കൊണ്ടുവയ്ക്കും, അല്ലെങ്കിൽ അതിനോട് കൂടെയെങ്കിലും പൊത്തു ചാടിപ്പോകും. അതൊക്കെ അയാൾക്ക് തന്നെയാണ് അപകടം. ഇന്നലെ ഞാൻ നോക്കുമ്പോൾ ഒരാൾ മതിലൊക്കെ ചാടി കയറുകയാണ്. ഇതൊക്കെ പണ്ട് കേട്ടോ. അതൊക്കെ നമുക്കിപ്പോൾ 10 അടി പൊക്കമുള്ള ജയിലിലെ പോലെ വാള് കെട്ടി നിയന്ത്രിക്കാൻ പറ്റില്ലല്ലോ. സാമാന്യമായിട്ടുള്ളൊരു ബാരിക്കേഡ് വെച്ചിട്ടുണ്ട്. 99% ഭക്തന്മാരും അവിടെ തന്നെ നിൽക്കുന്നുമുണ്ട്. അതും പറഞ്ഞു ചിലർ ചാടിപ്പോയവരെ കണ്ടില്ല എന്നൊക്കെ അവർ പരാതി പറയുന്നുണ്ട്. ഞങ്ങൾക്ക് ചാടിപ്പോകാൻ പറ്റില്ല, കുട്ടികളുമായിട്ട് വന്നതല്ലേ. അപ്പോൾ അതൊക്കെ നിയന്ത്രിക്കുന്നതിനൊക്കെ ഒരു പരിമിതിയുണ്ട്. എത്രയും പെട്ടെന്ന് ദർശനം നടക്കുമെങ്കിൽ ആരും ചാടില്ല. ഇവരെന്തുകൊണ്ടാണ് ചാടണമെന്ന് ആഗ്രഹം കൊണ്ടല്ല. അയാൾക്ക് തിരിച്ചു പോകണം, അയാൾക്ക് വേറെ കാര്യങ്ങളുണ്ട്. എന്നിട്ട് നീങ്ങുന്നില്ല. സോ ഹി ട്രൈസ് ടു ഡു സംതിങ് ഇല്ലേ. അത് അവൻ്റെ കുറ്റമല്ല. അത്രയും നിൽക്കേണ്ടി വന്ന സാഹചര്യമാണ് കുറ്റം. ആ സാഹചര്യമാണ്. അത് ഞാൻ പറയാം, 3 അല്ലെങ്കിൽ 4 മണിക്കൂറിനപ്പുറത്തേക്ക് ഒരു തീർത്ഥാടകനും വെയിറ്റ് ചെയ്യാത്ത സാഹചര്യമുണ്ട്. അതായിരിക്കണം നമ്മൾ ലക്ഷ്യം. 3 to 4 hours. അതുകൊണ്ട് ആളുകളെ തൊഴുത് വിടാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഈ അയ്യപ്പന്മാർ പോലെ കൊണ്ട് ഒരു ഉപദ്രവമില്ല. അവർ കൃത്യമായിട്ട് തൊഴുതോളും. ഈ 13 മണിക്കൂർ നിൽക്കേണ്ടി വന്നപ്പോൾ ചിലർ അവരുടെ പ്രകൃതം അനുസരിച്ച് ഞാൻ എന്തെങ്കിലും അഡ്വഞ്ചർ ചെയ്യട്ടെ എന്ന് പറഞ്ഞ് ചാടിയിട്ടുണ്ടാവും. അത് കുറ്റം പറയുന്നില്ല ഞാൻ. ഇത്ര നിൽക്കേണ്ടി വന്നതിൻ്റെ ദുഃഖം അറിയുമ്പോഴേ നമുക്കത് മനസ്സിലാവുള്ളൂ. ശൗചാലയങ്ങൾ എന്തുകൊണ്ടെന്ന് മനസ്സിലാവുന്നില്ല. ഇതെല്ലാം കോൺട്രാക്ട് കൊടുത്തിരിക്കുകയാണ്. ആ ശൗചാലയങ്ങൾ അവരുടെ കോൺട്രാക്ട് വ്യവസ്ഥയാണ് ഇത് വൃത്തിയായിട്ട് സൂക്ഷിക്കണമെന്ന്. ഇന്നിപ്പോൾ ഞാൻ എൻ്റെ സൂപ്പർവൈസറെ അങ്ങോട്ട് വിടുന്നുണ്ട്. നമുക്ക് നോക്കിയിട്ട് ചെയ്യാൻ അതെല്ലാം മാറും. അത് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പോട്ടെ, മീറ്റിംഗ് പോരെ. താങ്ക് യു. ആളുടെ മീറ്റിങ്ങിന് വിളിച്ചു വരുത്തിയിട്ടുണ്ടായിരുന്നു. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇപ്പോൾ പ്രതികരിച്ചത്. അനിയന്ത്രിതമായ തിരക്കുണ്ടായിരുന്നു, അത് നിയന്ത്രിക്കാൻ സാധിച്ചിട്ടുണ്ട്. മറ്റ് പരാതികൾ അത് പരിഹരിക്കപ്പെടുമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇന്നിപ്പോൾ കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്ന വിമർശനത്തിൽ ഇല്ലെങ്കിൽ ചില നിർദ്ദേശങ്ങളിൽ അത് കൃത്യമായി പാലിക്കാൻ ഉദ്ദേശിക്കുന്നു. ആ രീതിയിൽ അത് നടപ്പാക്കും. ഭക്തർക്ക് ബുദ്ധിമുട്ടുണ്ടാകാതെ ഈ മണ്ഡലകാലത്ത് കാര്യങ്ങൾ സുഗമമാക്കും എന്നാണ് അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നത്. രാവിലെ മീഡിയ വണ്ണോടും അദ്ദേഹം ആ കാര്യങ്ങൾ തന്നെയാണ് വിശദീകരിച്ചത്. നന്ദുഷ ചേരുന്നുണ്ട്. നന്ദുഷ, ഇന്നിപ്പോൾ എന്താണ് അവസ്ഥ? സ്പോട്ട് ബുക്കിംഗിന്റെ കാര്യത്തിലൊക്കെ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. മാത്രവുമല്ല, ഇന്നിപ്പോൾ തിരക്കിന് കുറച്ച് കുറവുണ്ടെന്നാണ് രാവിലെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞിരുന്നത്. നിയന്ത്രണ വിധേയമാണോ കാര്യങ്ങൾ? ധന്യ, ഒരു സീസണിൽ അല്ലെങ്കിൽ ഒരു പ്രതിദിന തീർത്ഥാടന ദിനത്തിൽ ഏറ്റവും കൂടുതൽ തിരക്കുണ്ടാകാറുള്ളത് ഉച്ചയ്ക്ക് ശേഷമാണ്. അതായത് വൈകുന്നേരത്തെ പൂജയ്ക്ക് ഭക്തർ എത്തുമ്പോഴാണ്. എന്നാൽ ഇന്ന് 3 മണിക്ക് ക്ഷേത്രം തുറന്നിട്ടും
കാര്യമായ ഇന്നലെ ഈ സമയം ഉണ്ടായ അത്ര ജനത്തിരക്ക് ഇന്ന് കാണാനില്ല എന്നത് തന്നെയാണ് ശബരിമലയിലെ ഇപ്പോഴത്തെ ഒരവസ്ഥ. അതുപോലെ തന്നെ മറ്റൊരു കാര്യം എടുത്തു പറയേണ്ട കാര്യം, NDRFന്റെ ആദ്യ സംഘം എത്തി സോപാനത്തിലും അതോടൊപ്പം നടപ്പന്തലിലും അവരുടെ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അവരുടെ ചുമതലകൾ അവർ ഏറ്റെടുത്ത് ജോലി ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ശബരിമലയിലെ പോലീസ് ചീഫിന്റെയും ശബരിമല ADMന്റെ നിർദ്ദേശത്തിനനുസരിച്ചാണ് അവരിപ്പോൾ നിലവിൽ ക്രൗഡ് മാനേജ്മെന്റ് ചെയ്യുന്നത്. ഒരു സംഘം NDRF പ്രവർത്തകർ കൂടി, NDRF ജീവനക്കാർ കൂടി രാത്രിയോടെ ഇവിടെ എത്തുമെന്നാണ് മനസ്സിലാക്കുന്നത്. 38ഓളം ആളുകൾ ഉൾപ്പെടുന്ന സംഘമാണ് ഇനി വരാനിരിക്കുന്നത്. ചെന്നൈയിൽ നിന്നാണ് അവരെത്തുന്നത്. അപ്പോഴേക്കും ഈ സോപാനത്തിലെയും അതോടൊപ്പം നടപ്പന്തലിലെയും കൊടിമര ചുവട്ടിലെയും 18-ാം പടിക്ക് താഴ്വശത്തുള്ള തിരുമുറ്റത്തെയും ഒക്കെ തിരക്ക് വളരെയധികം നന്നായി കൺട്രോൾ ചെയ്യാനാകുമെന്ന് തന്നെയാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. ശബരിമലയിലെ തിരക്കിൽ മുഖ്യ കാരണമായി പറയപ്പെടുന്ന ഒരു കാര്യം 18-ാം പടിക്ക് മുകളിലേക്ക് ആളെ കയറ്റി വിടുന്ന വേഗത തന്നെയാണ്. മിനിറ്റിൽ ഏതാണ്ട് 70-80ഓളം ആളുകളെ കയറ്റിവിട്ടാൽ മാത്രമേ ഏറ്റവും സുഗമമായി ശബരിമലയിലെ ദർശനം ഈ വരുന്ന ആളുകൾക്കെല്ലാം നടത്താൻ കഴിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിക്കാൻ കഴിയുകയുള്ളൂ. എന്നാൽ ഇന്നലെയൊക്കെ അവസ്ഥ അതിദയനീയമായിരുന്നു. 40-ൽ താഴെ ആളുകളെ മാത്രമായിരുന്നു മിനിറ്റിൽ മുകളിലേക്ക് കയറ്റിവിടാൻ സാധിച്ചിരുന്നത്. അതിനാൽ തന്നെ 80 എന്ന സംഖ്യയിൽ നിന്ന് 40ലേക്ക് മാറുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ സ്വാഭാവികമായി നമുക്ക് തന്നെ മനസ്സിലാകും. ഈ 18-ാം പടിയിലൂടെ ഭക്തന്മാരെ കയറ്റിവിടാൻ പരിചയസമ്പത്തുള്ള, അതിൽ വൈദഗ്ധ്യം നേടിയ പോലീസ് ഉദ്യോഗസ്ഥരെ ഈ സാന്നിധ്യം ഇന്നലെ ഇല്ലാതിരുന്നത് ഒരു തിരിച്ചടി ആയിട്ടുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും. ഈ സ്പോട്ട് ബുക്കിംഗ് അധികമായി നൽകിയതിന് പുറമെ ഇതൊരു കാരണമായി ഇപ്പോൾ പറയുന്നുണ്ട്. ഏതായാലും ആ കാരണങ്ങളൊക്കെ പരിഹരിച്ചുകൊണ്ടുള്ള ഒരു നടപടികളാണ് ഇപ്പോൾ ദേവസ്വം ബോർഡും പോലീസും ചെയ്തു വരുന്നത്. അതോടൊപ്പം NDRF കൂടി എത്തിയപ്പോഴേക്കും കുറച്ചുകൂടി സ്മൂത്തായിട്ടുള്ള ദർശനം ഭക്തർക്ക് ഉറപ്പാക്കാനായി കഴിയുന്നുണ്ട്. ഇന്നലെ നടപ്പന്തലിലൊക്കെ വളരെ ദയനീയമായിരുന്നു കാഴ്ചകൾ. കാണുന്ന ഭക്തർക്കൊക്കെ തന്നെ ഏതോ ഒരു ദുരന്ത ഭൂമിയിൽ നിൽക്കുന്ന, അല്ലെങ്കിൽ ആ ഒരു വിഷമമായിരുന്നു. മണിക്കൂറുകളോളം കാത്തുനിന്ന് അവർക്കെന്തോ ഒരു ഭക്ഷണമോ കുടിവെള്ളമോ ഒന്നും കിട്ടാത്ത അവസ്ഥയിൽ വളരെ ദുഃഖം മുഖത്തുള്ള ഒരു സാഹചര്യത്തിലായിരുന്നു തീർത്ഥാടകരെ കണ്ടതെങ്കിൽ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് സാഹചര്യം ഏറെ മാറി. ഇന്ന് തീർത്ഥാടകർക്ക് കുടിവെള്ളം കിട്ടുന്നുണ്ട്, നടപ്പന്തലിൽ അവർക്ക് ലഘുഭക്ഷണം കിട്ടുന്നുണ്ട്. ആ നടപ്പന്തലിലേക്ക് എത്തുമ്പോഴെങ്കിലും അവർക്ക് ആവശ്യമായ ശൗചാലയങ്ങൾക്കുള്ള സൗകര്യം ഉണ്ട്. ഇന്നലെ ഈ സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും ചില ഭക്തർ, ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞതുപോലെ തന്നെ ചില ഭക്തർ മനഃപൂർവ്വം തിക്കും തിരക്കും കൂട്ടിയത് ചിലപ്പോൾ ഈ സൗകര്യങ്ങളെ ആശ്രയിക്കാനുള്ള തടസ്സമായി മാറിയെന്നാണ് തോന്നുന്നത്. ഏതായാലും നിലവിൽ പമ്പ മുതൽ സന്നിധാനം വരെയുള്ള മേഖലകളിൽ മരക്കൂട്ടത്തും അതോടൊപ്പം സന്നിധാനത്തോട് അടുക്കുന്ന നടപ്പന്തലിലും മുകൾ വശത്തായുള്ള ഭാഗത്ത് മാത്രമാണ് ചെറിയ ആൾക്കൂട്ടമുള്ളത്. ബാക്കി മേഖലകളിലൊക്കെ ജനത്തിരക്ക് നിയന്ത്രണ വിധേയം തന്നെയാണ് ധന്യ.